ചോദ്യം: മുടന്തോടുകൂടി സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്വഹാബി. ഉത്തരം: മുആദ് റളിയല്ലാഹു അൻഹു. ചോദ്യം: കുടുംബത്തിന്റെ എതിർപ്പുകൾ അവഗണിച്ച് ഇസ്ലാം സ്വീകരിച്ച ധീരവനിത. ഉത്തരം: സൗദ റളിയല്ലാഹു അൻഹ. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിൽ നിന്ന് ആരുടെ ചെരുപ്പടിനാദമാണ് കേട്ടത്? ഉത്തരം: അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ. ചോദ്യം: ഖന്തക്ക് കുഴിച്ചുകൊണ്ടിരിക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബത്തിനെയും സൽക്കരിച്ചത് ആരായിരുന്നു? ഉത്തരം: ജാബിർ റളിയല്ലാഹു അൻഹു. ചോദ്യം: ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്ത 2 കുട്ടികൾ ആരെല്ലാം? ഉത്തരം: റാഫിഉ ബിൻ ഖദീജ റളിയല്ലാഹു അൻഹു, സമുറത്ത് ബിൻ ജുൻദുബ് റളിയല്ലാഹു അൻഹു. ചോദ്യം: ഹജ്ജത്തുൽ വിദാഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുടി വിതരണം ചെയ്യാൻ ഏൽപ്പിച്ചത് ആരെയായിരുന്നു? ഉത്തരം: അബൂ ത്വൽഹ റളിയല്ലാഹു അൻഹുവിനെ. ചോദ്യം: മരണശേഷം ശത്രുക്കളിൽ നിന്ന് ശരീരം സംരക്ഷിക്കാൻ വേണ്ടി ഭൂമിയാൽ വിഴുങ്ങപ്പെട്ട സ്വഹാബി. ഉത്തരം: ഖുബൈബ് റളിയല്ലാഹു അൻഹു. ചോദ്യം: സ്വഹാബികൾ ഹിജ്റ പോയപ്പോൾ അബിസീനിയ ഭരിച്ചിരുന്ന ചക്രവർത്തി. ഉത്തരം: നജ്ജാഷി. ചോദ്യം: ബദർ യുദ്ധത്തിനിടയിൽ വാളു പൊട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത വിറക് കൊള്ളി വെട്ടിത്തിളങ്ങുന്ന വാളായി മാറിയത് ആരുടേതായിരുന്നു? ഉത്തരം: ഉക്കാഷ റളിയല്ലാഹു അൻഹുവിൻ്റെ. ചോദ്യം: നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്ത സ്വഹാബി ആരാണ്? ഉത്തരം: അബൂബക്കർ റളിയല്ലാഹു അൻഹു. ചോദ്യം: 10 വർഷത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്ത സ്വഹാബി. ഉത്തരം: അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ചോദ്യം: 10,000-ഓളം സ്വഹാബികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മദീനയിലെ വിശ്രുത മഖബറ. ഉത്തരം: ജന്നത്തുൽ ബഖീഅ്. ചോദ്യം: ഇസ്ലാമിക അനന്തരാവകാശ നിയമങ്ങളിൽ ഏറ്റവും അവഗാഹമുണ്ടായിരുന്ന സ്വഹാബി. ഉത്തരം: സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. ചോദ്യം: വിധിവിലക്കുകളിൽ ഏറ്റവും അറിവുള്ളവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച സ്വഹാബി. ഉത്തരം: മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു. ചോദ്യം: അല്ലാഹു പിശാചിൽ നിന്ന് അഭയം നൽകിയവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ചത് ആരെ? ഉത്തരം: അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ. ചോദ്യം: ഹുദൈബിയ ദിനത്തിൽ കാലിൽ ചങ്ങലയുമായി ഇഴഞ്ഞു വരികയും കരാർ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് തിരിച്ചയക്കുകയും ചെയ്ത സ്വഹാബി. ഉത്തരം: അബൂ ജന്ദൽ ബിൻ സുഹൈൽ റളിയല്ലാഹു അൻഹു. ചോദ്യം: ഖൈസർ രാജാവിൻ്റെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച സ്വഹാബി. ഉത്തരം: ദിഹിയത്തുൽ കൽബി റളിയല്ലാഹു അൻഹു. ചോദ്യം: മക്ക വിജയവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് നൽകിയ അബൂജഹലിൻ്റെ പുത്രൻ. ഉത്തരം: ഇക്രിമ റളിയല്ലാഹു അൻഹു. ചോദ്യം: എത്യോപ്യയിലേക്ക് ഹിജ്റ പോയ ആദ്യ സംഘത്തിൻ്റെ തലവൻ. ഉത്തരം: ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു.